വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 477. സമർപ്പണമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. ജീവിതത്തിൽ എന്തെങ്കിലും മഹത്തായത് നേടണമെങ്കിൽ, അല്ല, ജീവിതം മുഴുവൻ സവിശേഷമാകണമെങ്കിൽ അതിനു പിന്നിൽ സമ്പൂർണ്ണ സമർപ്പണം നിർബന്ധമാണ്. സമർപ്പണം എന്നത് ഒരു ജോലി ചെയ്യുന്നതോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോ മാത്രമല്ല, മറിച്ച് ചിന്തയും വികാരവും സമന്വയിപ്പിച്ച് ഹൃദയവും ശരീരവും ആത്മാവും ആത്മാർത്ഥതയുമെല്ലാം ചേർന്ന് നിർവഹിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. ഒരു കലാകാരൻ തൻ്റെ കലയിൽ മുഴുകുമ്പോൾ, ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്കായി ജീവിക്കുമ്പോൾ, ഒരു മാതാവ് തൻ്റെ മക്കൾക്കായി സ്വയം മറക്കുമ്പോൾ അവിടെ കാണുന്നത് സമർപ്പണത്തിൻ്റെ അത്ഭുതമാണ്. സമർപ്പണമില്ലാത്ത ജീവിതം സാധാരണമാണ്. എന്നാൽ സമർപ്പണമുള്ള ജീവിതം അർത്ഥവത്തും മനോഹരവുമാണ്. കാരണം സമർപ്പണം നമ്മെ കൂടുതൽ ക്ഷമയുള്ളവരാക്കുന്നു, പരാജയങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഉറച്ചു നടത്തുന്നു. അങ്ങനെ സമർപ്പണം ജീവിതത്തെ വിജയകരം മാത്രമല്ല, മനോഹരവുമാക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീയാണോ പുരുഷനാണോ, ആരാണ് ജീവിതത്തിൽ കൂടുതൽ ത്യാഗവും സമർപ്പണവും ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച പല വിശകലനങ്ങളും കേൾക്കാം. ഓരോരുത്തർക്കും അവരവരുടേതായ സവിശേഷമായ ത്യാഗവും സമർപ്പണവുമുണ്ട്. ഒന്നിനെയും നിസ്സാരമായി കാണാതെ പരസ്പര പൂരകങ്ങളായി മനസ്സിലാക്കുകയാണ് അഭികാമ്യമെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ചുറ്റും പ്രകാശം വിതറി നിൽക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ കണ്ടാൽ ജീവിതത്തിൽ എല്ലാം നേടിയവരെന്ന് തോന്നും. മുഖത്ത് ഒരിക്കലും മങ്ങാത്ത പുഞ്ചിരി, വാക്കുകളിൽ ആത്മവിശ്വാസം, ചുമലുകളിൽ ഉത്തരവാദിത്തം, അങ്ങനെ പോകുന്നു. പക്ഷേ ആ പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ കാണുന്നത് മറ്റൊരു ലോകമാണ്. അത് നിശബ്ദമായ പോരാട്ടങ്ങളുടെ ലോകമാകും. ആരും കേൾക്കാത്ത നിലവിളികളുടെ ലോകം, ആരും കാണാതെ സ്വന്തം കണ്ണുനീരൊപ്പി വീണ്ടും പുഞ്ചിരിക്കാൻ പഠിച്ച മനസ്സുകളുടെ ലോകം. വീടിന്റെ വിളക്കുകളായ പല അമ്മമാരും ഇതുപോലെയാണ്. മക്കളുടെയും ചെറുമക്കളുടെയും ക്ഷേമൈശ്വര്യങ്ങൾക്കായി സ്വന്തം താല്പര്യങ്ങളും സന്തോഷങ്ങളും ബലികഴിക്കുന്ന എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും സ്വന്തം വേദനകൾക്ക് പോലും സമയം കണ്ടെത്താതെ ജീവിക്കുന്നവരാണവർ. പകൽ ചൂടിലും രാത്രി തളർച്ചയിലും അവരുടെ ശരീരം മാത്രമല്ല ജോലി ചെയ്യുന്നത്, മനസ്സും കൂടി പോരാടുകയാണ്. കുടുംബത്തിനു വേണ്ടി അവർ സ്വന്തം സ്വപ്നങ്ങൾ മടക്കിവെക്കുന്നു, സ്വന്തം കണ്ണുനീർ പോലും മറച്ചുവെക്കുന്നു. മറ്റുള്ളവർക്കായി എരിഞ്ഞു തീരുന്ന മെഴുകുതിരികളായി വീട്ടിലെ അച്ഛനും അമ്മയും മാറുമ്പോൾ അവരുടെ ഉള്ളിൽ ഇരുട്ട് കൂടുന്നുണ്ടോ എന്ന് പലരും അന്വേഷിക്കാറില്ല. അവരുടെ ഉള്ളിൽ നടക്കുന്ന യഥാർത്ഥ യുദ്ധം കാണുന്നില്ല. അവരുടെ മനസ്സിൽ നടക്കുന്ന ജീവൻ മരണ പോരാട്ടം ഒരിക്കലും പുറത്തേക്ക് വരാറില്ല. എന്നാൽ ഈ മെഴുകുതിരികൾ ഒരിക്കലെങ്കിലും സ്വയം നോക്കണം. സ്വന്തം സന്തോഷങ്ങൾക്കും സ്വന്തം വെളിച്ചത്തിനും വില കൊടുക്കണം. മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നത് മനോഹരമാണ്. പക്ഷേ നാം എല്ലാവർക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സന്തോഷം എവിടെയോ വഴിയിൽ കളഞ്ഞുപോയി എന്ന് ഒരു ദിവസം മനസ്സിലാകും. അപ്പോഴേക്കും ജീവിതം നമ്മോട് ചോദിക്കാതെ കടന്നുപോയിട്ടുണ്ടാകും. കാരണം ജീവിതം വളരെ ചെറുതാണ്. സമർപ്പണം വളരെ സുന്ദരമായ ആശയമാണ്. പക്ഷേ ഒന്നും സ്വന്തത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടോ വിസ്മരിച്ചുകൊണ്ടോ ആവരുതെന്ന് മാത്രം. തന്റെ എല്ലാ വിളകളും നശിച്ചതിൽ ദുഃഖിതനായി ഒരു മുനിവര്യനെ കാണാൻ പോയ ഒരു കർഷകന്റെ കഥയുണ്ട്. മുനിയോടായി കർഷകൻ പറഞ്ഞു, സ്വാമി, ഞാൻ എന്ത് ചെയ്താലും എല്ലാം പരാജയപ്പെടുന്നു. കാലം എനിക്ക് അനുകൂലമല്ല. ഞാൻ തോറ്റുപോയി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുനി പുഞ്ചിരിച്ചുകൊണ്ട് കർഷകനോട് ചോദിച്ചു, നീ മുളക് വിത്തും പുൽവിത്തും ഒരേ സമയം ഒരിടത്ത് നട്ടിട്ടുണ്ടോ? കർഷകൻ അതേ എന്നുത്തരം പറഞ്ഞു. മുനി, എന്ത് സംഭവിച്ചു? കർഷകൻ മറുപടി നൽകി, പുല്ല് വളരെ വേഗം വളർന്നു. അത് മുളക് ചെടിയെ ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ മുളക് ചെടി കരിഞ്ഞുപോയി. മുനി പറഞ്ഞു, ഇവിടെയാണ് നിന്റെ തെറ്റ്. നീ പുല്ലിനെ വളരാൻ അനുവദിച്ചു. ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ മനസ്സെന്ന മണ്ണിൽ നമ്മൾ എന്ത് വിതയ്ക്കുന്നു എന്നതിനപ്പുറം എന്ത് കളയണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഓരോ നിമിഷവും നാം എടുക്കുന്ന ചെറിയ തീരുമാനമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാൽ സ്വന്തത്തിന്റെ സന്തോഷം തിരഞ്ഞെടുക്കുക. സ്വയം സന്തോഷം അനുഭവിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും പകർന്നു നൽകാനാവുക. നാം നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നതും ഊർജം പകരുന്നതും സന്തോഷമുള്ളതുമായ ചിന്തകൾക്ക് മുൻഗണന നൽകുമ്പോഴാണ് ജീവിതം സന്തോഷകരമാവുക. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് യാത്രയാണ്. അതിനാൽ ജീവിതയാത്രയിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ആ പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കൂടി പകരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.